സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ 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 യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ 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 യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. അനീതിയും അക്രമവും എന്നും ഈ ലോകത്തെ ഗ്രസിച്ചിരുന്നതായി നമ്മുടെ ചരിത്ര താളുകളിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അനീതി നിരപരാധിയായ ഒരാളെ വധിച്ചതാണ്. വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ലോകത്തിന്റെ പരിത്രാണത്തിനായി മനുഷ്യാവതാരം ചെയ്ത കർത്താവ് രക്ഷിതാവുമാർന്ന യേശു ക്രിസ്തു, അവൻ ഒരു പാപി അല്ലാതിരുന്നിട്ടും അവനിൽ വലിയ കുറ്റങ്ങളോ കുറ്റവാസനയോ ഇല്ലാതിരുന്നിട്ടും ലോകം അവനെ ക്രൂശിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനീതിയായി എടുത്തു കാട്ടാൻ കഴിയുന്നത്. 6 കോടതികളിൽ അവനെ വിധിച്ചിട്ടും ഒരു കുറ്റവും കാണാതിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു കുറ്റവാളിക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയായ ക്രൂശ് മരണമാണ് ഈ ലോകം നൽകിയത്. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ലോകത്തിന്റെ പരിത്രാണാർത്ഥം പുത്രൻ തമ്പുരാൻ മരിക്കണമായിരുന്നു എന്ന് നാം പറയുമ്പോഴും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അനീതി നിരപരാധിയായ കർത്താവ് ക്രൂശിൽ തൂക്കപ്പെട്ടതാണ്. റോമ ഗവർണറായിരുന്ന പീലാത്തോസ് പോലും അതിന് മൗനാനുവാദം കൊടുത്തു എന്നുള്ളത് ഭരണകൂടവും ഭരണാധിപന്മാരും അനീതിക്ക് എതിരെ പ്രതികരിക്കാത്തതിന്റെ ദുരന്ത മുഖമാണ് നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്നത്. കർത്താവിന്റെ ക്രൂശ് മരണം നമുക്കെന്താണ് സമ്മാനിച്ചത്? മറ്റുള്ളവർക്ക് എന്താണ് കർത്താവിന്റെ മരണത്തിലൂടെ കരഗതമായത്? ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ മരണം ഈ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തു എന്ന് നാം ഗ്രഹിക്കുന്നു. കാൽവരിയിൽ പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവ് മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്ത് ഒരു യാഗമായി അർപ്പിക്കപ്പെടുകയാണ് ചെയ്തത്.
അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പുത്രനായ തമ്പുരാനിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവം നമുക്ക് തന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും നിർമ്മലമായ ആത്മാവിനെയാണ് നമുക്ക് തന്നത്. ഗലാത്യ സഭയോട് സംസാരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ്ലീഹ വളരെ കർശനമായി അവരെ ചില കാര്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മനുഷ്യരാശിക്ക് മുഴുവൻ രക്ഷ സാധ്യമാക്കി തന്ന നിർമ്മല രക്തമായ കർത്താവ് രക്ഷിതാവുമാവുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം താരതമ്യേന അപ്രധാനമായി ഗണിച്ച ഗലാത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ്ലീഹ വളരെ ശക്തമായി ഇടപെടുന്നതായി ഗലാത്യ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടു കൂടിയാണ്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? അപ്പോസ്തലനായ പൗലോസ്ലീഹ ഗലാത്യ സഭയോട് ഇത്ര കർശനമായി പരുക്കനായി സംസാരിക്കാനുള്ളൊരു പശ്ചാത്തലം, ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാരണവുമില്ലാതെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് വലിയ ഭോഷത്വമാണെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഗലാത്യ സഭയോട് പറയുകയാണ്. ഗലാത്യ സഭയിൽ കടന്നുകൂടിയ ദുരുപദേഷ്ടാക്കൾ ക്രിസ്തുവിന്റെ മരണത്തെ തുച്ഛീകരിക്കുന്നതായി അപ്പോസ്തലനായ പൗലോസ്ലീഹ മനസ്സിലാക്കുകയാണ്. അതുവഴി ബുദ്ധിശൂന്യതയിലേക്ക് ഗലാത്യ സഭയിലെ ജനങ്ങൾ കടന്നു പോകുന്നത് വളരെ വേദനയോടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ കാണുന്നു. ദുരുപദേഷ്ടാക്കളാകട്ടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ക്രൂശ് മരണത്തോടൊപ്പം തന്നെ ന്യായപ്രമാണം പ്രമാണിക്കേണ്ടതിന്റെ ആവശ്യകത ജനത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ന്യായപ്രമാണത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് അവരിൽ ബഹുഭൂരിപക്ഷം ചിന്തിക്കാൻ തുടങ്ങി. ന്യായപ്രമാണം പാലിക്കുന്നതിലൂടെ രക്ഷ ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർക്ക് വേണ്ടി ബലിയായി തീർന്ന കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ തമസ്കരിക്കുന്നതിന് തുല്യമായി സാഹചര്യങ്ങൾ മാറുകയാണ്. ന്യായപ്രമാണമാണ് രക്ഷ നൽകുന്നതെങ്കിൽ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം അനാവശ്യമായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ചില ആളുകളെ അപ്പോസ്തലനായ പൗലോസ്ലീഹ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. അതിന്റെ ഭയാനകമായ വശങ്ങളെ അപ്പോസ്തലനായ പൗലോസ്ലീഹ ശക്തമായ ഭാഷയിൽ ഈ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗലാത്യ സഭയോട് സത്യസുവിശേഷത്തിന്റെ നിർമ്മല പാഠങ്ങൾ പഠിപ്പിച്ച പൗലോസ്ലീഹായുടെ ഉപദേശങ്ങൾക്ക് കടകവിരുദ്ധമായ പഠിപ്പിക്കലുകളാണ് ഗലാത്യ സഭയിൽ നടന്നതെന്ന് അപ്പോസ്തലൻ തിരിച്ചറിയുകയും അതിനെ ദൈവത്തിന്റെ വചനം കൊണ്ട് തന്നെ തിരുത്തുവാൻ ശക്തമായ ഭാഷയിൽ ഗലാത്യ സഭയോട് പൗലോസ്ലീഹ ഇടപെടുകയും ചെയ്യുകയാണ്. കർത്താവിന്റെ മരണമാണ് പ്രധാനപ്പെട്ടത്. ലോകത്തിന്റെ പരിത്രാണാർത്ഥം ബലിയായി തീർന്ന കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാനും നിങ്ങളും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് അപ്പോസ്തലൻ അവരെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അവർ സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വലിയ മാതൃക പിന്തുടർന്നപ്പോൾ ദൈവം അവർക്ക് കൃപയാൽ ചെയ്തതെന്തെന്ന് കൺതുറന്ന്
വ്യക്തമായി അനുഭവിച്ചറിഞ്ഞവരാണ് ഗലാത്യ സഭയിലെ മക്കൾ എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങളുടെ സ്വന്തം പരിശ്രമങ്ങളും ന്യായപ്രമാണത്തിന്റെ അന്ധമായ ആചരണങ്ങളും മാത്രം കൊണ്ട് രക്ഷയുടെ വഴിയിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ജനത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. ഗലാത്യ സഭയിലെ ആളുകളോട് അപ്പോസ്തലൻ ചോദിക്കുന്ന വളരെ ഹൃദയസ്പർക്കായ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് അവസാനിപ്പിക്കുകയാണോ ചെയ്യുന്നത്? കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിന്റെ ക്രൂശ് മരണം നമുക്കെന്താണ്? നമുക്ക് വേണ്ടി നമ്മുടെ പ്രാണപ്രിയൻ യാഗമായി തീർന്നത് മനുഷ്യവർഗത്തിന്റെ സമഗ്രമായ രക്ഷയെ പ്രതിയാണ്. അതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കാൻ, ആ രക്ഷയെ നമ്മുടെ രക്ഷയായി തിരിച്ചറിയാൻ നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസ ജീവിതത്തിൽ കർത്താവിന്റെ ക്രൂശ് മരണം എനിക്കും നിനക്കും രക്ഷയ്ക്ക് സഹായകരമായി തീർന്നു എന്ന് മനസ്സിലാക്കി കർത്താവിൽ ഉറച്ച് വിശ്വസിച്ച് ആ രക്ഷയുടെ മഹത്വത്തിൽ ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.